നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് നാടുകളിലുള്ള പ്രവാസികൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്വദേശിവൽക്കരണമാണ്. പല പ്രവാസികൾക്കും ജോലി നഷ്ടമാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പല ഗൾഫ് രാജ്യങ്ങളും സ്വദേശിവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു എന്നത് പ്രവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ വലിയൊരു ശതമാനം വരുമാനത്തിന്റെ ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി സുഹൃത്തുക്കളുടെ അധ്വാന ഫലമാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക അവസ്ഥയും കാര്യമായി തന്നെ ബാധിക്കും. ഈ സാഹചര്യത്തിലാണ് സൗദിയിൽ നിന്നും ഇപ്പോൾ പ്രവാസികൾക്ക് ആശങ്കയായി ഒരു വാർത്ത പുറത്തു വരുന്നത്. സൗദിയിൽ ഭക്ഷ്യമേഖലയിൽ സ്വദേശിവൽക്കരണത്തിന് ഭരണകൂടം തീരുമാനമെടുക്കുന്നു എന്നതാണ് അത്. അതിനായി ഭക്ഷ്യമേഖലയിലെ സ്വദേശിവൽക്കരണത്തിന് പദ്ധതി ആവിഷ്കരിച്ചു. ഭക്ഷ്യ ക്ഷീര പോളിടെക്നിക്കും അറാസ്കോ കമ്പനിയും ഇത് സംബന്ധിച്ച സഹകരണ കരാറിൽ ഒപ്പുവെച്ചു. അന്വേഷകർക്ക് മതിയായ പരിശീലനം നൽകുന്നതിനും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും ഉടമ്പടി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഭക്ഷ്യമേഖലയിലെ തൊഴിലുകൾക്ക് സ്വദേശി യുവാക്കൾക്ക് പരിശീലനം നൽകുക, തൊഴിലിനോടൊപ്പം തന്നെ പരിശീലനം, ഭക്ഷ്യോത്പാദന രംഗത്ത് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ എന്നിവയാണ് കരാറിന്റെ ഭാഗമായി നടപ്പാക്കുക. ഭക്ഷ്യ ക്ഷീര പോളിടെക്നിക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇബ്രാഹിം ബിൻ സൗദ് അൽ അഗീലിയും അറാസ്കോ മാനവ വിഭവശേഷി എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഖാലിദ് മുഹമ്മദ് ഗന്ദൂറയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. കഴിഞ്ഞ വർഷങ്ങളിൽ അറാസ്കോ നടത്തിയ പരിശീലനങ്ങളുടെ ഭാഗമായി ഭക്ഷ്യക്ഷീര രംഗത്തേക്ക് നിരവധി സൗദി ജോലിക്കാരെ നിയമിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഇബ്രാഹിം അൽ അഗീലി പറഞ്ഞു. എന്നാൽ ഈ മേഖലയിൽ കൂടുതൽ സ്വദേശിവൽക്കരണം നടപ്പാക്കേണ്ടതുണ്ട് എന്നതിനാലാണ് കൂടുതൽ പരിശീലനം സംഘടിപ്പിക്കുന്നത്. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലെ മാനവ വിഭവശേഷി ഫണ്ട്, സൗദി വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുമായി സഹകരിച്ചാണ് പരിശീലനം നടക്കുക. പരിശീലനം അവസാനിക്കുന്നതോടെ രാജ്യത്തെ ഭക്ഷ്യോൽപാദന കമ്പനികളിൽ നിയമനവും നടക്കും. രാജ്യത്തെ വിജയകരമായി പ്രവർത്തിക്കുന്ന ഭക്ഷ്യോൽപാദന മേഖലയ്ക്കും വിപണിക്കും ആവശ്യമായ പരിശീലനം സ്വദേശി യുവാക്കൾക്ക് നൽകുന്നതോടെ ഈ രംഗത്തെ സ്വദേശിവൽക്കരണം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നും അധികൃതർ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.